നമസ്കാരം. മലയാളികൾ എന്നും ഇഷ്ടപ്പെടുന്ന ശബ്ദത്തിന്റെ ഉടമയാണ് ചിന്മയി ശ്രീപദ. ഈ താരം സംഗീതത്തിൽ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളിലും ഇടം പിടിക്കാറുണ്ട്. മീറ്റു മൂവ്മെന്റിന്റെ ഭാഗമായി തമിഴ് ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചതിന് ചിന്മയി ശ്രീപദ എന്ന ഗായികയെ തമിഴ് സിനിമ വിലക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ വിലക്ക് ഏർപ്പെടുത്തിയിട്ട് തന്നെ ഇപ്പോൾ 7 വർഷം പിന്നിട്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 7 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം വിലക്കുകൾക്കെല്ലാം അപ്പുറം തമിഴകത്ത് ചിന്മയുടെ പേര് വീണ്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. ചിന്മയെ തമിഴ് സിനിമയിൽ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവുമായി വിലക്കിനെതിരെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം അറിയിക്കുന്നത്. മണിരത്നം ചിത്രം തഗ് ലൈഫിന്റെ ഓഡിയോ ലോഞ്ചിൽ ചിത്രത്തിലെ മൂത്ത മഴ എന്ന ഗാനത്തിന്റെ തമിഴ് വേർഷൻ ചിന്മയി ആലപിച്ചിരുന്നു. തമിഴ് പതിപ്പിൽ ദി പാടിയ ഗാനം ദിയുടെ അഭാവത്തിൽ ചിന്മയി പാടുകയായിരുന്നു. ചിത്രത്തിന്റെ തെലുങ്കു, ഹിന്ദി പതിപ്പുകളിൽ ഇതേ ഗാനം ചിന്മയിയാണ് പാടിയത്. ഓഡിയോ ലോഞ്ചിലെ മൂത്ത മഴയുടെ ചിന്മയി വെർഷൻ ഒറിജിനലിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ഇതോടെ ബ്രിങ് ബാക്ക് ചിന്മയി മൂവ്മെന്റ് ട്രെൻഡിങ്ങിലായി. 2018 ഗാനരചയിതാവ് വൈരമുത്തുവിനെതിരെ ട്വിറ്ററിലൂടെ ചിന്മയി മീറ്റു ആരോപണം ഉന്നയിച്ചത്. 2005 വീഴമറ്റം എന്ന സംഗീത പരിപാടിക്കായി സ്വിറ്റ്സർലാൻഡിലെത്തിയപ്പോൾ വൈരമുത്തു തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ചിന്മയി വെളിപ്പെടുത്തിയത്. ഇത് തമിഴ് സംഗീത മേഖലയിൽ തന്നെ പിടിച്ചുലച്ചിരുന്നു. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം വൈരമുത്തു നിഷേധിച്ചുവെങ്കിലും അദ്ദേഹം കള്ളം പറയുകയാണെന്ന് ചിന്മയി മറുപടിയായി പറഞ്ഞിരുന്നു. സിനിമാ ലോകത്ത് മീറ്റു ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന തുടക്കകാല വ്യക്തികളിൽ ഒരാളാണ് ചിന്മയി. വൈരമുത്തുവിനെതിരെയുള്ള ആരോപണത്തെ തുടർന്നാണ് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ഡബിംഗ് ആർട്ടിസ്റ്റ് യൂണിയൻ ചിന്മയിയെ സിനിമയിൽ നിന്ന് വിലക്കുന്നത്. 96 ചിന്മയി അവസാനമായി പാടിയ തമിഴ് ചിത്രം. ഇക്കാലയളവിലൊന്നും കിട്ടാതിരുന്ന പിന്തുണയാണ് ഓഡിയോ ലോഞ്ചിലെ ഒറ്റ ഗാനം കൊണ്ട് ചിന്മയിക്ക് ലഭിച്ചത്. വിലക്ക് ചിന്മയുടെ നഷ്ടമല്ലെന്നും മറിച്ച് തമിഴ് സിനിമയുടെ നഷ്ടമാണെന്നുമായിരുന്നു ആരാധകരുടെ അഭിപ്രായം. ചിന്മയി എന്ന പേര് നിങ്ങൾക്ക് റദ്ദ് ചെയ്യാമായിരിക്കും, പക്ഷേ ആ ശബ്ദത്തെ അടക്കി നിർത്താൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ലെന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു.